ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു മിക്സഡ് വെജിറ്റബിൾ മെഴുക്കുവരട്ടി തയ്യാറാക്കാം. നമുക്ക് കയ്യിലുള്ള വെജിറ്റബിൾസ് ഏതൊക്കെയാണോ അതൊക്കെ യൂസ് ചെയ്യാം. ഇപ്പം നമ്മളിപ്പോൾ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, അതേപോലെ അച്ചിങ്ങാപ്പയർ, കുറച്ച് കോവയ്ക്ക, ഇത്രയും സാധനങ്ങളാണ് നമ്മളിവിടെ ഉണ്ടായിരുന്നത്, അത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ അടുപ്പിൽ ചട്ടി വെച്ചു, ഇനി എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളിൽ അതിലേക്ക് ഇടാം. ഇതൊന്ന് എണ്ണയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഒരു പാതി വേവായിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഒന്നും കൂടെ ഇളക്കിയിട്ട് മൂടി വയ്ക്കാം. ഇത് ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് നമ്മൾ എരിവിനായിട്ട് ചേർക്കുന്നത് പച്ചമുളക് ഉണക്കി പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഗ്രീൻ ചില്ലി പൗഡർ നമ്മൾ തന്നെ ചെയ്താട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൽ വെള്ളമയം അല്ലെങ്കിൽ ഈർപ്പം പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നന്നായിട്ട് തീ കൂട്ടി വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. ഇതിലേക്ക് ലാസ്റ്റ് നമ്മൾ ഒരല്പം കായം, ഒരു നുള്ള് കായം കൂടി ചേർക്കുന്നുണ്ടേ. കായം ചേർത്തിളക്കിയതിന് ശേഷം ലാസ്റ്റ് കുറച്ച് ഫ്രഷ് കറിവേപ്പില എടുത്ത് ഒന്ന് കൈകൊണ്ട് ഞെരടിയിട്ട് അതിലേക്ക് ഇടാം. മല്ലിയില അവൈലബിൾ ആണെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് അതിലേക്ക് ഇടാം. അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള മെഴുക്കുപുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ പച്ചമുളക് ഉണക്കി പൊടിച്ച് തന്നെ ചേർക്കുന്നതിലാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അതുപോലെ ഈ മല്ലിയിലയും ഒക്കെ കൂടെ ആകുമ്പോഴത്തേക്കൊരു പ്രത്യേക രുചിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആ കായത്തിൻ്റെയും പച്ചമുളകിൻ്റെയും ആ ഒരു ടേസ്റ്റാണ് ഈ ഒരു മെഴുക്കുപുരട്ടിയെ വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടാനും മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. താങ്ക്